ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കോയമ്പത്തൂർ വരെ പോവാണ്. അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ്. അപ്പോൾ എല്ലാവരും ബാക്കിൽ പതിയെ റെഡി ആവണുണ്ട്. ഇപ്പോൾ സമയം 5:30. ഞങ്ങൾ 4 മണിക്ക് പോവാമെന്ന് പ്ലാൻ ചെയ്ത ആൾക്കാരാണ്. ഇപ്പോൾ സമയം 5:30 നിൽക്കണം. ഹലോ, അടുത്ത ആൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ 4 മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് 5 മണി കഴിഞ്ഞ് 5:30. സ്വാഭാവികം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ മറ്റേ അതിരപ്പള്ളി ട്രിപ്പിലും കണ്ടിട്ടുണ്ടാവും. അപ്പം ഇന്ന് നേരെ കോയമ്പത്തൂർക്കാണ് ഞങ്ങൾ പോണത്. ഒരു 5:45 ഇറങ്ങണം എന്ന് വിശ്വസിക്കുന്നു. ദേ അതിൻ്റെ ബാക്കിൽ ഒരാൾ റെഡിയായി റെഡിയായി നടക്കണല്ലോ. അപ്പം പിന്നെ എത്ര മണിക്ക് ഇറങ്ങുമോ ദൈവത്തിന് അത്ര അറിയാം. അപ്പം ബാക്കി വിശേഷങ്ങൾ പതിയെ പുറകെ വരും വഴിയിൽ കാണാം. യെസ്, അങ്ങനെ ഞങ്ങളിതേ പോവാൻ റെഡിയായി ഗൈസ്. ഒരാള് എഴുന്നേറ്റിട്ടും കൂടിയില്ല, ഇരിക്കണം. അച്ഛൻ ഞങ്ങൾ പോയിട്ട് വരട്ടെ. അച്ഛനെന്താ പറയാനുള്ളത്? അപ്പതേ എല്ലാരും ഇറങ്ങി, അമ്മ ഇറങ്ങണ്, ഞാൻ ഇറങ്ങി. നമ്മളിപ്പോ എവിടെ എത്തിയത്? അങ്കമാലിയില്. അതെ, അല്ലു എഴുന്നേറ്റ്. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെവിടെ എത്തി? വടക്കാഞ്ചേരിയോ? അങ്ങനെ ഇതാ കുതിരാനെത്തി. സൈഡിൽ ഇതാ വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ. സൂപ്പർ റോഡ്, നല്ല രസമുണ്ട് ഇവിടെ. മക്കളെ, അപ്പൊ നമ്മളെല്ലാവരും യാത്ര കണ്ടിട്ട് ഇത് കുതിരാനി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഒരു ഹോൺ മേടിച്ച് എന്ത് കാര്യത്തിന്? അതിന്റെ കട നല്ലത് അറിയേക്കും. ഇരിപ്പുണ്ട് കുഞ്ഞ. അല്ലു കൊച്ചു എന്തോ കണ്ടതിന്റെ കൊക്കിനെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. കൊക്കിനെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. നമ്മുടെ എക്സ്പേർട്ട് ഡ്രൈവർ കണ്ണൻ ചേട്ടൻ. യെസ്, ഇങ്ങനെ ഭക്ഷണം തേടി കുറെ നേരമായി നടക്കണം. അങ്ങനെ അങ്കമാലി മുതല് നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയിട്ടില്ല. അപ്പൊ ഭക്ഷണം തേടി ഇപ്പൊ നമ്മളൊരു ഹോട്ടലിന്റെ അടുത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിശന്ന് വന്നിരിക്കുക. എന്റെ കൊച്ചിനെ പോകാൻ നോക്കിയേ. കുഞ്ഞാ ഇവിടെ ഹോട്ടൽ അന്നപൂർണ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. അല്ല, കുറേ നേരം നടന്നതിന് ശേഷം ഹോട്ടൽ കണ്ടത്. കുറേ നേരത്തിന് ശേഷം ഹോട്ടലിൽ കിട്ടിയതും ഭയങ്കര വിശപ്പ്. അല്ല അല്ലൂപ്പിയുടെ ഒക്കെ മുഖം മാറി. അങ്ങനെ അന്നപൂർണ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് പകുതി ഞാൻ കഴിച്ച് തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുക്കണം എന്ന് ആലോചിച്ചത്. അല്ലൂപ്പിയും അതിനിടയിൽ കൂടെ എൻ്റെ നിന്ന് മേടിച്ച് കഴിക്കാനൊക്കെ ഉണ്ട്. കുറേ നേരമായിട്ട് വീഡിയോയിൽ എന്നെ കാണുന്നില്ല. ഇപ്പോഴങ്ങനെ വീഡിയോയിൽ കാണുന്നത് കാരണം ക്യാമറമാൻ അതിനിടയിൽ ഡ്രൈവ് ചെയ്യാൻ സമയത്ത് കാണല്ല.
ചേട്ടനെ കുറിച്ച് രണ്ടുപേര് അല്ല, ഞാൻ മസാല ദോശ, ബാക്കിയുള്ളവർ പൂരി മസാല, 4 ചായ. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത് ഒരു കുഞ്ഞു സ്വാമി ഇരിക്കണം. അവിടുത്തെ ഒരു മിഠായി മേടിച്ച് കയ്യിൽ വെച്ചിരുന്നിട്ടാ ആ ചേട്ടൻ കൊടുത്തതാ. അപ്പൊ ഞങ്ങൾ വീണ്ടും നമ്മുടെ അവനി കിടക്കുന്നു കണ്ട കാറ്. നമ്മൾ അന്നപൂർണയിലാണ്ട കയറിയത്. ഞാൻ കാണിച്ചു, ഫസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പാലക്കാട് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടാ. സൂപ്പർ റോഡ് കാരണം ചില്ലിനോട് ചേർത്ത് കണ്ട്. പുളിജാം കഴിക്കുന്ന ഞാൻ അതിൻ്റെ ബാക്കിൽ ആരുണ്ട്. കോയമ്പത്തൂർക്ക് അടുക്കും തോറും അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടാണ് റോട്ടിലേക്ക്. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഊട്ടി, നേരെ പോയാൽ ഊട്ടി റോഡാന്ന് തോന്നണം. എനിക്കറിയില്ല, ഞങ്ങൾ ഗൂഗിളൊക്കെ നോക്കിയാണ് പോയത്. പോണ വഴി ഇതേ ഒരു കുഞ്ഞി മറൈൻ ഡ്രൈവ് പോലെ തോന്നി. അപ്പം ഞാൻ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കണ്ട ഒരു എന്താ പറയുക, മലകളും പിന്നെ അവിടെ ഒരു കുളമാണോ എന്താണെന്നറിയില്ല. എന്തായാലും അവിടെ നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ്. ഒരു കുഞ്ഞു മറൈൻ ഡ്രൈവ് തന്നെ. ഈ അറ്റം വരെ ഫുട്പാത്തൊക്കെ ആയിട്ട് കണ്ട ഇരിക്കാനും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും കുറേ സ്പേസ് ഉണ്ട്. പക്ഷേ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ സൈഡ് ഒതുക്കാൻ നിന്നില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം സമയം വൈകിയായിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും അവിടെ വേഗത്തെട്ടെ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പം ഡ്രൈവർ ചേഞ്ച് ആയിട്ട് ചേട്ടനാണ് പിന്നെ ഡ്രൈവ് ചെയ്തത്. ഇനി എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടണ്ടേ, അപ്പം അത് കാരണം ചേട്ടനെ കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുറേ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ കവർ ചെയ്യാൻ വിട്ടുപോയി. ഭംഗി ആസ്വദിച്ച് പിന്നെ അത് കവർ ചെയ്യാൻ വിട്ടുപോയി. പിന്നെ എടുത്ത വീഡിയോയിലാണെങ്കിൽ ഫുള്ള് തിരക്കും റോഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉക്കടം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അവിടെ മാർക്കറ്റാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ചിന്നും അമ്മയും കൂടി നൈറ്റി പിന്നെ ടോപ്പുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കണ്ടേ. പക്ഷെ നമുക്ക് അങ്ങനെ വലിയ ഇഷ്ടമായില്ല, അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല. നല്ല വെയിലായതുകൊണ്ട് അമ്മ തട്ടമൊക്കെ ചുറ്റിയാണ് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അമ്മ വീഡിയോ എടുക്കണ കണ്ടില്ല. അല്ലൂപ്പിയും ചേട്ടനും അവിടെ നിൽപ്പുണ്ട്. ചിന്നും അവിടെ സാധനങ്ങൾ നോക്കുന്നുണ്ട്. വീഡിയോ എടുക്കണ ഞാനുമാണ്. നമ്മുടെ ഇവിടത്തെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ കുട ഉണ്ടെങ്കിൽ നമ്മളത് കാറിൽ വെച്ചു, എന്നിട്ടാണ് നമ്മളിങ്ങനെ നടന്നത്. എന്നാലും ഒരു കുട ഉണ്ട് കയ്യിൽ. അല്ലൂപ്പിക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട എടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്, ഞാനും അല്ലൂപ്പിയും കുടയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അല്ലൂപ്പിക്ക് അതെ ചൂടും ഭയങ്കര പൊടിയൊക്കെ ആയിട്ട് അല്ലൂപ്പിയുടെ മുഖം മാറിയാകെ. സൂപ്പർ ഞാവൽപ്പഴല്ലേ? അത് ഞാവൽപ്പഴം. അത് വേറെ ഒരെണ്ണമുണ്ട്. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ കുറേ നേരം നടന്നതിന് ശേഷം കേട്ടോ ഹോട്ടൽ കിട്ടിയത്. ഹോട്ടൽ വളരെ കുറവായിരുന്നു. ഹോട്ടൽ കണ്ടെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാനൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. കാരണം റോഡ് ഫുള്ള് ഭയങ്കര ബ്ലോക്കും ഒക്കെ ആയതുകൊണ്ട് പാർക്ക് ചെയ്യാനായിട്ടൊരു സ്പേസ് കണ്ടില്ല. പിന്നെ കിട്ടിയ സ്പേസിൽ പാർക്ക് ചെയ്ത് കയറിയ. ഹോട്ടലിലാണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, കുറച്ച് ആൾക്കാർ ഉണ്ടായില്ല. കുറച്ചെന്ന് പറഞ്ഞാൽ 2 ആൾക്കാരുണ്ടായുള്ളൂ. ഫുഡിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു തുടങ്ങി. പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വന്നു. പക്ഷേ ഫുഡ് വൻ ഫ്ലോപ്പായിരുന്നു. ഇത് നമുക്ക് ഇഷ്ടപ്പെടാത്തയാണോ അതോ അവിടുത്തെ സ്റ്റൈൽ അങ്ങനെയാണോ? അവിടുത്തെ സ്റ്റൈൽ അങ്ങനെ ആയിരിക്കും എന്നാണ് അമ്മ പറഞ്ഞത്. ഫുഡ് എന്താ പറയുക, അവിടുത്തെ മസാലകളും ഒന്നും നമുക്ക് ഒട്ടും അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടൂല. അത്രയും വിശന്ന് പൊരിഞ്ഞ് കയറിയിട്ട് ലാസ്റ്റ് കിട്ടിയത് ഇങ്ങനെയൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പായസം ഉണ്ടായിരുന്നു, അത് മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അത് ഞാൻ കഴിച്ചു. വേറെ ഒരു സാധനം എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
സാമ്പാറും അതെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സ്റ്റൈൽ തന്നെയായിരുന്നു. അല്ലൂപ്പിയും കുറച്ച് ചോറൊക്കെ തിന്ന് ബാക്കി തുപ്പി കളയണ്ടായി. ഫുഡ് ഭയങ്കര വൺ സോപ്പായിരുന്നു ഗൈസ്. അതിന് ശേഷം ഞാനും അല്ലൂപ്പിയും കൂടി പുറത്തേക്ക് വന്നിരുന്നു. അവർ ഫുഡ് കഴിക്കണുള്ളൂ. അല്ലൂപ്പിക്കും അതെ ഒട്ടും ഫുഡ് ഇഷ്ടമായില്ല. വൻ ശോകം. ഭയങ്കര ചൂടാണ് കേട്ടോ, അത് എടുത്ത് പറയണം. അയ്യോ അത് പറയാൻ വിട്ടുപോയി. ചൂടെന്ന് പറഞ്ഞാൽ അയ്യോ സഹിക്കാൻ പറ്റില്ല. നമ്മുടെ നാട് തന്നെ ബെറ്റർ എന്ന് എനിക്ക് തോന്നണത്. ഒരു രീതിയിൽ സഹിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂട്. അയ്യോ. അങ്ങനെ ഫുഡ് അടിയെ കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ കരിക്കും വെള്ളം സൈഡിൽ കരിക്ക് വിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി കരിക്കൊക്കെ കുടിച്ച് ഇനി അടുത്ത സ്ഥലം നമ്മൾ പോകാൻ പോണത് ഇഷാ ടെമ്പിളാണ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോണത് ഇഷാ ടെമ്പിൾ. മക്കളെ നമ്മുടെ ഡെസ്റ്റിനേഷൻ വീണ്ടും എത്തി. നമ്മള് ഇഷാ യോഗയിലേക്ക് കയറാണ്. ഇഷാ യോഗ സെന്റർ ആദിയോഗി. നമ്മുടെ ഡ്രൈവർ നല്ല ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? പിന്നെ എല്ലാരും ഹാപ്പിയാണ്. കുഞ്ഞന്റെ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയാണ്. ഇവിടുത്തെ വ്യൂ ഒക്കെ സൂപ്പറാട്ടാ. അടിപൊളി സ്ഥലം. നമ്മൾ ആദ്യമായിട്ടാണ് ഇഷാ യോഗയിലേക്ക് വരുന്നത്, ആദിയോഗി ടെമ്പിളിലേക്ക്. അതൊക്കെ കുറച്ച് നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ, എന്തായിരിക്കും അവിടെ എന്നുള്ളത്. നമ്മള് റീൽസിലൊക്കെയാണ് കണ്ടേക്കണം, അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെയാണ്. ഇത് നമ്മള് ശരിക്കും കാണാൻ പോകുന്നു. അയ്യോ ദേ മോനെ എത്തി, നമ്മളെത്തി കണ്ടാ. അത് കണ്ട മോനെ, അതാണ്. അതെ നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. അല്ല നമ്മൾ കാറിൽ എടുക്കുന്ന ഒരു വ്യൂ. അപ്പൊ നമ്മളെ കാർ പാർക്കിങ്ങിലേക്ക് വന്നേക്കാണ്. ഇപ്പൊ മഴയൊക്കെ പിടിയുണ്ട് കേട്ടോ. അങ്ങനെ ആദിയോഗിയിലാണ്, അതായത് ഇഷാ ടെമ്പിൾ കണ്ടോ, ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടാ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു മലനിര ഫുള്ള് മലകളാ. മലനിരകളുടെ ഇടയിൽ കൂടെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ഇവര് ഇറങ്ങണു. ഇവരിതാ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുള്ളൂ. ബാക്കിൽ നിന്ന് കൊട, ചെറിയൊരു മഴച്ചാറ്റിലുണ്ട്, അപ്പോൾ കൊടയൊക്കെ എടുക്കുന്നുണ്ട്. ഫൈനലി ഭയങ്കര കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റ്. കുടയുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാം. ഞങ്ങൾ അവിടെ നിന്ന് ലാസ്റ്റ് ഭയങ്കര ചിരിയായി. ചേട്ടൻ മഴ കൊള്ളണ്ടല്ല വിരിച്ചിട്ട് കുട നിവർത്തിയതായിരുന്നു. പക്ഷെ കുട അത് ഇങ്ങനെയായിപ്പോയി. എന്താ ചെയ്യുക, കുടയുടെ പകുതി ജീവനും തീർന്നു. അപ്പം തന്നെ ഭാഗ്യത്തിന് വേറെ 2 കുടകളുണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ട്. അത് കമ്പിയൊക്കെ, ആ ഒരു കാറ്റിന് കമ്പിയൊക്കെ ഒടിഞ്ഞിട്ടേ വല്ലാത്തൊരു അവസ്ഥയായി. അമ്മയാണെങ്കിൽ അവിടെ ഭയങ്കര ചിരി. അമ്മ കൊച്ചിന് ഒട്ടും കാറ്റടി കൊള്ളിക്കണ്ടല്ല, മഴ കൊള്ളിക്കണ്ടല്ല എന്ന് പറഞ്ഞിട്ട് കുട നിവർത്തിയതാ. കുടയുടെ വഴിക്ക് പോയി. അപ്പോഴത്തേക്ക് അമ്മയും ചിന്നും എല്ലാവരും ചിരിയായി അവിടെ കിടന്നുകൊണ്ട്. ചുരുക്കാനും പറ്റണില്ല. ഞാൻ വീഡിയോ എടുക്കല, അപ്പം ചുരുക്കടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുത്തെ ഒരു വണ്ടിയിൽ കയറി. ഈ വണ്ടിയിൽ കയറിയാൽ നമ്മളെ ആ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ നമ്മൾ എത്തിച്ചേരും. നടക്കണമെങ്കിൽ നടക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നടന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാറ്റൽ മഴയും ഭയങ്കര കാറ്റും അതിനിടയിൽ വെയിലും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അവിടം വരെ നടക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ 10 രൂപ കൊടുത്താൽ മതി. ഒരാൾ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ അമ്പലത്തിൻ്റെ തൊട്ടരികെ തന്നെ കൊണ്ടുപോയി ഇറക്കി തരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് പോവുകയും ചെയ്യാം. ഈ വണ്ടിയിലിരുന്നും നല്ല രസമായിട്ട് നമുക്ക് പോവാം. അപ്പോൾ അതേ ഫ്രണ്ടിൽ ചേട്ടനും കൊച്ചും ഇരിപ്പുണ്ട്. കൊച്ചു നല്ല ഉറക്കമാണ്. പിന്നെ അമ്മ സൈഡിലുണ്ട്. പിന്നെ ബാക്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, പോണ വഴി നല്ല രസമുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു പോസിറ്റീവ് മൈൻഡായിരുന്നു അവിടെ ചെന്നിട്ട്. എല്ലാവരും അവിടെ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങോട്ട് അധികം തിരക്കില്ല. ആ സ്റ്റാച്യുവിൻ്റെ അടുത്ത് പോയാലാണ് തിരക്ക്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അകലെ നിന്ന് കാണുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെ കേട്ടോ. അടുത്ത് നിന്ന് കാണുമ്പോൾ ഭംഗിയില്ല എന്നല്ല, എന്നാലും അകലെ നിന്ന് കാണുന്നൊരു ആ മലകളും ആ കുറച്ച് മരങ്ങളും ഒക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആ നടുക്ക് ഇങ്ങനെ
നമ്മുടെ ശിവഭഗവാനെ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അത് ഡയറക്റ്റ് പോയി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും മാക്സിമം പോയി കാണാൻ ശ്രമിക്കണേ. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ഏരിയയാണ്. നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനായാലും അതിന് തൊട്ട് ബാക്കിൽ തന്നെ ഒരു യോഗ ഹോളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് ഞങ്ങൾ പോയില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ വരെ പോയിട്ടുണ്ടായല്ലോ. കാരണം പിറ്റേ ദിവസം ചേട്ടന് ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമായതുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് മാത്രം, ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ശരിക്കും കോയമ്പത്തൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അവിടേക്കാണ് പോയത്. ഇങ്ങോട്ട് വരുമെന്ന് ഒരു പ്രതീക്ഷയും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഭയങ്കര അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസ് ഇതാ കണ്ടില്ലേ. ഇതിന് ചുറ്റുള്ള കാഴ്ചകൾ. ഇവിടെ അല്ലൂപ്പിക്ക് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ആൾക്കത് ഒട്ടും ഇഷ്ടാവുണ്ടായില്ല. അത് തലേന്ന് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഊരിക്കളയണം എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഊരിക്കളയുന്നുണ്ടായിരുന്നു. ആളും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ആളവിടെ താഴെ കുറച്ചേരം ഇരുത്തി. എന്നിട്ടൊക്കെയാണ് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. കണ്ടില്ലേ ഈ സൈഡിൽ കുറേ മരങ്ങളും മലകളും അത്യാവശ്യം കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കും കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നില്ല, നമ്മൾ സമയം വൈകി മെയിനായിട്ട്. പിന്നെ ആ ചിന്നും ചേട്ടനും നടക്കുക, കുറച്ച് വീഡിയോസ് എടുത്തതായോ എന്ന് പറഞ്ഞിട്ട് അവരുടെയും കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്ത്. അപ്പതേ നമ്മള് ഇവിടുന്ന് ചാച്ചാ ബൈ ബൈ പറയാണ്. നമ്മള് എന്താ പറയാ, ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഈ ഒരു ആദിയോഗി ഈ ഒരു സ്ഥലത്ത് വരണം എന്ന്. കാരണം റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് എല്ലാവരും എല്ലാ സ്ഥലത്തും കറങ്ങി കണ്ട് പോലെ ഓക്കെ അല്ലേ. അപ്പൊ ടാറ്റ പറഞ്ഞ ടാറ്റാ. ബാക്കി കാഴ്ചകൾ നമ്മളിനി പോണ റൂട്ടിലുള്ള എവിടെയെങ്കിലുമൊക്കെ കയറാനുള്ള പ്ലാൻ ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീടുണ്ട് പാലക്കാട്. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കയറണം എന്നൊക്കെയാണ് പ്ലാൻ. എങ്ങനെയാവുന്നൊന്നും അറിയില്ല. ചിലപ്പോൾ കയറും ചിലപ്പോൾ കയറില്ല. അപ്പോൾ പോകാമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന വണ്ടി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ തന്നെ നമുക്ക് തിരിച്ചു പോകാം. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ദൂരമുണ്ട് നടക്കാനായിട്ട്. അപ്പോൾ കൊച്ചിനെയും കൊണ്ട് നടക്കണ ഒരു പ്രയാസമായതുകൊണ്ട്, പിന്നെ അമ്മയ്ക്ക് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വണ്ടിയിൽ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തുനിന്നുള്ളൊരു വിഷ്വൽ ഇങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ തന്നെ തോന്നുന്നുണ്ടായില്ല. അങ്ങനെ നമുക്ക് ശരിക്കും ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് നേരം കൂടി അവിടെ നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സമയമില്ലാത്തരം വേഗം പോന്നു. അങ്ങനെ ഞങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി വന്നിട്ടുണ്ട്. വണ്ടിയിൽ എല്ലാവരും അടക്കി രസോടിരിക്കുന്നത് ബാക്കിലെ ആൾക്കാരുണ്ട് കേട്ടോ. വണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദൂരെ നിന്ന് കാണുന്ന ഒരു ഭംഗി അത് വേറൊരു ഭംഗി തന്നെയാണ്. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അടുത്ത് നിന്നാൽ ഭംഗിയില്ലെന്നല്ല, എന്നാലും ദൂരെ നിന്ന് കാണുന്ന ഒരു ഭംഗി അത് വേറൊരു ലെവൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. കോയമ്പത്തൂർ തന്നെയാണ്. ചായ കുടിക്കാൻ കയറി. ബാക്കി വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പാലക്കാട് കയറണം എന്ന് വിചാരിച്ചു, പക്ഷെ പാലക്കാടും ഒന്നും ഞങ്ങൾ കയറിയില്ല. നേരെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. സമയം വൈകി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് വരും.